ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റൈസിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മുടെ ചോറ്. ഈ ചോറ് എന്ന് പറയുന്ന സംഭവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ, ചീത്തയാണോ, ആരോഗ്യകരമാണോ, ഗുണകരമാണോ, ദോഷമാണോ എന്ന് അറിയണ്ടേ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം നിർബന്ധിച്ച് ഇങ്ങനെ കഴിപ്പിക്കുന്നുണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ടീമായിരിക്കും ഞാനടക്കം. അപ്പോൾ എൻ്റെ മോളും ഇങ്ങനെ തന്നെയാണ്. ഈ ചോറിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ടീമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയും ചോറ് കഴിച്ചില്ലെങ്കിൽ ശരീരം ഒട്ടിപ്പോവും, ശരീരം അങ്ങനെയാവും, ഇങ്ങനെയാവും, പ്രതിരോധശേഷി കാണത്തില്ല, വണ്ണം കാണത്തില്ല, കോലക്കേടാവും എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവില്ലേ. ഞാനും അങ്ങനെ കേൾക്കാറുണ്ട്. ഞാനൊരു ദിവസം ഇതുപോലെ ഇവൾ തീരെ എൻ്റെ മോള് കഴിക്കാറേ ഇല്ല, ചോറ് ഇഷ്ടമേ അല്ല ചോറ് കഴിക്കുന്നത്. പിന്നെ ഇങ്ങനെ ചില സമയങ്ങളിൽ കഞ്ഞിയാക്കി കുടിക്കും, അതിഷ്ടമാണ്. ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിക്കും. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഓള് കൊറോണ സീസണിലുള്ള ആ ഒരു ടൈമിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷിയൊക്കെ ഭയങ്കര കുറവാണ്. പടിയെ പോയാൽ മതി, അപ്പം തന്നെ പനിയും തുമ്മലും ഒക്കെ ആയിരിക്കും. പിന്നെ അലർജി ടൈപ്പാണ് അവൾ. അപ്പം അങ്ങനെ ഒരു ഇതിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പനിയൊക്കെ വരും. അങ്ങനെ ആ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും നമ്മൾ കാണിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചിയുടെ ലാസ്റ്റ് 2 ഡെലിവറി നടത്തിയതും പുള്ളിക്കാരിയാണ്. ആദ്യമേ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, പിന്നീട് അവർ പീഡിയാട്രിക് അതിലേക്ക് മാറിയതാണ് കേട്ടോ. പുള്ളിക്കാരനെയാണ് ഷെസ്വാൻ ഞാൻ എപ്പോഴും കാണിക്കുന്നത്. അങ്ങനെ ഒരിടയ്ക്ക് ഞാൻ പോയപ്പോഴേക്കും ഞാൻ ചോദിച്ചു, കുഞ്ഞ് ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇഡ്ഡലി ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കാറുണ്ട്. വെജിറ്റബിൾസ് കഴിക്കാറില്ല, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറെന്ന് പറഞ്ഞ സാധനമേ തൊടാറില്ല, തിന്നാറേ ഇല്ല. എന്താ ഡോക്ടറെയൊക്കെ എടുക്കുന്നതോ കൊടുക്കാത്തതാണോ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ചോറെന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു നാട്ടിലെ ഓരോ രീതിയും കാര്യങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയും കൊണ്ടാണ് എല്ലാവരും അങ്ങനെ നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നത്. സോ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കും ചോറിൻ്റെ ആവശ്യമില്ല. ചോറ് നമുക്കൊരു സൈഡ് ഡിഷായിട്ട് മാത്രം എടുക്കാവുന്നതാണ്. എനിക്ക് ഇപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞാൽ 55-56 വയസ്സുണ്ട്. ഞാൻ 30 വയസ്സിലാണ് ഡോക്ടർ ചോറിൻ്റെ രുചി പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി അതുവരെയും ചോറൊന്നും രുചിച്ച് പോലും നോക്കിയിട്ടില്ല, എൻ്റെ ടേസ്റ്റ് എന്തെന്ന് കൂടി അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോഴും അങ്ങനെ വലിയതായിട്ട് കഴിക്കാറൊന്നുമില്ല. ചോറ് എനിക്ക് ഇഷ്ടമേ അല്ല. അത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, വീട്ടിലൊക്കെ ഭയങ്കര ഇങ്ങനെ പറയും, കുഞ്ഞത് കഴിക്കാത്തതുകൊണ്ടാണ് ക്ഷീണിക്കുന്നത്, ഇത് കഴിക്കാനോ ക്ഷീണിക്കുന്നതെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഏറ്റവും നല്ല ഗുണമുള്ളത്. അപ്പോൾ അതിൽ ഉഴുന്നും അരിയും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. സോ ഫ്രൂട്ട്സ് ആണെങ്കിലും അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ. ചോറ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നോട് യോജിക്കുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടറിനോട് പറഞ്ഞത്. സോ ഞാനും അപ്പോൾ വിചാരിച്ചു ശരിയാണ്. അപ്പോൾ ഞാൻ പിന്നെ പുഷ് ചെയ്യാറില്ല ഷെസ്വാന. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. ചോറ് കഴിച്ചാലേ നന്നാവുള്ളൂ എന്നുള്ളൊരു തോട്ടൊന്നും നമുക്കില്ല. എന്നാലും കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കണം. ഇങ്ങനെ എപ്പോഴും പനിയും കാര്യങ്ങളും വരാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി വരാനുള്ള കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ. അപ്പം കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവൾ കഴിക്കാറുണ്ട്. സോ അതൊക്കെ ഞാൻ അവൾ ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ സാലഡ്സൊക്കെ കഴിക്കാറുണ്ട്, കുക്കുംബർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിവതും ഞാൻ കൊടുക്കാറുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. സോ ചോറ് കൊടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമില്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ചോറ് കഴിക്കുന്നില്ല, കുഞ്ഞ് കഴിക്കുന്നില്ലെന്ന് വെച്ച് നിർബന്ധിച്ച് തീറ്റിപ്പിച്ച് കഴിപ്പിക്കാനൊന്നും വേണ്ട. നമ്മളോ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ അവർക്ക് വേണ്ട എന്താണോ അത് നല്ല ക്വാണ്ടിറ്റിയിൽ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ചോറ് കൊടുത്ത് കഴിച്ചെന്ന് വെച്ചിട്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് പലരും ഡൗട്ടായിരിക്കും ഇത്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ ചോറ് കൊടുക്കുന്ന ടീമൊക്കെ ഉണ്ട്. അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പാല്, മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറേ കൊടുക്കാൻ നോക്കുക. ഇറച്ചി പ്രോട്ടീനാണ്. സോ അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കും. ആ ടൈമിൽ നമ്മൾ ധാന്യപ്പൊടി കുറുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാഗിപ്പൊടി കുറുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ മത്തങ്ങ, കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും. അത് കുഞ്ഞുങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചോറ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ സൈഡ് ഡിഷായിട്ട് തരും, ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതിയാവും. പിന്നെ കുഞ്ഞുങ്ങൾ ആ ടൈമിൽ പാലും മുട്ടയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ പാലും മുട്ടയൊക്കെ അവരുടെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആകുമ്പോഴും ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിപ്പിച്ചിട്ടൊക്കെ വിടാൻ ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ ഓടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മസ്റ്റായിട്ട് പാലും മുട്ടയൊക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒക്കെ മസ്റ്റായിട്ടുണ്ടായിരിക്കുന്ന നല്ല നല്ല ഫുഡ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറേയധികം രോഗങ്ങളും കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. സോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഈ റൈസിൻ്റെ വിഷയത്തിൽ ഞാൻ ധാരണ എത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ബൈ.